നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 മെയ് മാസം 19-ാം തീയതി 1199 ആണ്ട് ഇടവമാസം 5-ാം തീയതി ഞായറാഴ്ച. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച, സൂര്യവാരം. അതേപോലെ ഇന്ന് നക്ഷത്രവും അത്തം നക്ഷത്രമാണ് വന്നിരിക്കുന്നത്. ഏകാദശിയാണ്. അത്തം നക്ഷത്രം, ഏകാദശി, അതേപോലെ ഞായറാഴ്ച, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. നല്ല ദിവസമാണ്. ഇന്ന് അവധി ദിവസമാണ്. നല്ല ഒരു ദിവസമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ദിവസമാണ്. സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് അനുകൂലപ്രദമായ സമയമാണ്. ശുഭദിനവും ശുഭവാരവും ശുഭതിഥിയും എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമായതുകൊണ്ട് എന്ത് ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. ഇന്ന് സുഹൃത്തുക്കളെ സന്ദർശിക്കാനും മറ്റേതെങ്കിലും ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ത നക്ഷത്രം, ഇടവമാസത്തിലെ അത്ത നക്ഷത്രം വന്നിരിക്കുന്നവർക്ക് വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ നമുക്ക് വന്നു ചേരും. പ്രത്യേകിച്ച് സാമ്പത്തിക പുരോഗതി, ജോലിയിൽ നേട്ടം ഉണ്ടാവുക, പ്രശസ്തി ഉണ്ടാവുക, വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾക്കിടവരുന്ന ഒരു വർഷം തന്നെയായിരിക്കും. ഔദ്യോഗികമായിട്ട് നിൽക്കുന്നവർക്ക് പ്രശസ്തി എന്ന് പറയുമ്പോൾ ജോലി കയറ്റവും അതുപോലെ അംഗീകാരങ്ങളും സാമ്പത്തിക ലാഭവും ഒക്കെ വന്നു ചേരും. കുട്ടികളാണെങ്കിൽ അവരെ പഠിത്തത്തിന് നല്ല റിസൾട്ട് ലഭിക്കും. അവർക്ക് വളരെ സന്തോഷത്തിന് വഴിതെളിക്കും. അവരാഗ്രഹിക്കുന്ന സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ കഴിയും. ഇതിനൊക്കെ സഹായിക്കുന്നതാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഒരവസ്ഥ. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അവരുടെ ഭാഗ്യദായകമായി തീരാനും ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ട് അവർക്ക് ഗുണഫലം കൂടുതലായി ലഭിക്കാനും തടസ്സങ്ങളൊന്നും വരാതിരിക്കാനുമായിട്ട് ശിവക്ഷേത്ര ദർശനം ചെയ്യണം. മഹാദേവ ക്ഷേത്രത്തിൽ പോവുകയും ഭഗവാന് ജലധാര, കൂവളമാല, അതുപോലെ അർച്ചന ഒക്കെ നടത്തി ഭഗവാന് പിൻവിളക്ക് കത്തിക്കുക. അതേപോലെ തന്നെ വിളക്കെണ്ണ വാങ്ങി നടക്കി വയ്ക്കുക. ഇതൊക്കെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിട വരും. അതുപോലെ സൂര്യൻ്റെ ദിവസം നമുക്ക് ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഈ ഒരു വർഷക്കാലവും നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, ആദിത്യനെ നമസ്കരിക്കുകയും ചെയ്യുക. അപ്പോൾ കിട്ടേണ്ട ഭാഗ്യത്തിൻ്റെ അളവ് കൂടും. അതേപോലെ തന്നെ നമ്മൾ ഓരോ സമയത്തിൻ്റെയും അന്നോടൊന്ന് വരുന്ന രാവുകാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക. യാത്രയ്ക്കാണ് ഇന്ന് നമുക്ക് യാത്ര ചെയ്യാൻ വൈകുന്നേരമാണ് രാവുകാലം വരുന്നത്. കലണ്ടറിൽ തന്നെ 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും 5 മണി 2 മിനിറ്റ് തൊട്ട് രാവുകാലം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 6 മണി 36 മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും 4:30 രാവുകാലം തീർന്നു, അല്ലെങ്കിൽ 4:30 തുടങ്ങി, അപ്പോൾ 4:30 തൊട്ട് മുമ്പ് ഇറങ്ങാം, 6 മണിയാകുമ്പോൾ രാവുകാലം തീരും എന്ന് വിചാരിക്കുന്ന തീരത്തില്ല. 6 മണി 36 മിനിറ്റ് വരെ ഉണ്ട്. അപ്പോൾ 5 മണി 2 മിനിറ്റിനകത്തോ 6:36 അകത്തോ നമ്മൾ യാത്ര ചെയ്തതിനും ഒന്നുകിൽ അതിന് മുമ്പായിരിക്കണം, അതിന് ശേഷമായിരിക്കണം. പക്ഷേ 2 സമയങ്ങൾ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ കൊള്ളാവുന്ന സമയമല്ല. ഗുളികകാലവും യമകണ്ഠകാലവും. ഈ സമയത്തിനെ വളരെ ശ്രദ്ധിക്കണം. ഗുളികകാല സമയം വരുന്നത് നമ്മളുടെ ഇന്നത്തെ ദിവസം 4 മണി 2 മിനിറ്റ് തൊട്ട് 3 മണി 28 മിനിറ്റ് തൊട്ട് 5 മണി 2 മിനിറ്റ് വരെ ഗുളികകാലവും യമകണ്ഠകാലം 12 മണി 21 മിനിറ്റ് തൊട്ട് ശരിക്ക് 1 മണി 55 മിനിറ്റ് വരെയും നമുക്ക് ഒരു ശുഭകാര്യത്തിന് എടുക്കാൻ കൊള്ളത്തില്ല. നല്ല ദിവസം എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിൽ പോലും ഇന്ന് അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് 11 മണി
58 മിനിറ്റ് തൊട്ട് 12 മണി 46 മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്ത സമയമാണ്. ഈ സമയം വളരെ ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. നമുക്ക് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക. വസ്ത്രധാരണം ചെയ്യുമ്പോൾ സൂര്യൻ്റെ രശ്മിയുടെ കളറുകൾ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് നന്നായിരിക്കും. റോസ് കളറ്, താമരപ്പൂവിൻ്റെ കളറ്, അതുപോലെ ചുടുകല്ലിൻ്റെ കളറ് ആയിട്ടുള്ള റെഡുമായിട്ട് മിക്സ് ആയിട്ടുള്ള കളറുകൾ ഒക്കെ നമുക്ക് ഭാഗ്യദായകമായി ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഈ കളറിലുള്ള ഒരു കർച്ചീപ്പെങ്കിലും കരുതുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കൊന്നും മാത്രമല്ല, എല്ലാവർക്കും ഭാഗ്യദായകമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.